നമസ്തേ, ഞാൻ കബീർ ദാസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും 2025 സന്തോഷപൂരിതമായ ആഗ്രഹ സഫലീകരണത്തിൻ്റെ വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതായത് വ്യക്തിത്വ വികസനം. നിങ്ങളൊരു പക്ഷേ ഇതിനു മുമ്പ് ഇതൊരു ബൃഹത്തായ സബ്ജക്റ്റാണ്. ഒരുപാട് തവണ ഇതിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകളും സെമിനാറുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്നും ഏതൊരു വ്യക്തിയും ആകർഷിക്കുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നും പോയിന്റ് വൈസ് പോയിന്റുകളായി നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കി തരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അതിൻ്റെ കമൻറ്റുകളിലൂടെ അറിയിക്കുകയും വേണം. കാണുന്നവരിൽ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള പല വീഡിയോകളും വലിയ റീൽസും ഒക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വിലയാണ് ഇകഴ്ത്തി കാണിക്കുന്നത്. എന്നാൽ ഇത്തരം അറിവുകൾ ഫോർവേഡ് ചെയ്യുന്നത്, മറ്റുള്ളവരെത്തിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തി നന്നായാൽ ലോകം നന്നായി എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി നന്നാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നാവും, അങ്ങനെ കുടുംബം നന്നാകുന്നതിലൂടെ ആ സമൂഹവും, അങ്ങനെ നമ്മുടെ നാടും ലോകവും തന്നെ നന്നാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും നന്നാകുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതിനാലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സണാലിറ്റി? നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ, ചില പുരുഷന്മാരെ കാണുമ്പോൾ നല്ല കട്ടമീശ, നല്ല പൊക്കം, നിവർന്ന് തലയെടുപ്പുള്ള നിൽപ്പ്, ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നോ. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ചില നല്ല വെളുത്ത സ്ത്രീകൾ, നീണ്ടു ചുരുണ്ട മുടി, നല്ല വളഞ്ഞ പുരികം, ആരെയും ആകർഷിക്കുന്ന നോട്ടം, അതാണ് പേഴ്സണാലിറ്റി? അതുമല്ല. അപ്പോൾ ഈ സൗന്ദര്യമൊന്നും അല്ല പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയെ അതുല്യനാക്കുന്ന, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സ്വഭാവവിശേഷങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിന്തകൾ, മനോഭാവം, ഉത്തരവാദിത്വം, അവരുടെ അറിവ് എന്നിവയുടെ ഒരു സംയോജനത്തെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലായോ? ഒരിക്കൽ കൂടെ പറയാം. ഒരു മനുഷ്യരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സ്വഭാവവിശേഷങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ മനോഭാവം, റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം, അറിവ് എന്നിവയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സംയോജനത്തെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് ജന്മനാ കിട്ടുന്നതല്ല. പലരും പറയും അച്ഛൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളതായിരുന്നു, അതിന് മോനും പേഴ്സണാലിറ്റി ഉള്ള. നെവർ, ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ നല്ല കുടുംബ പശ്ചാത്തലങ്ങൾ, നല്ല കമ്മ്യൂണിറ്റി, അതിലൂടെ നമുക്ക് കുറച്ച് പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നമുക്ക് ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നല്ല മാഗ്നറ്റിക് പേഴ്സണാലിറ്റി, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ആർജിക്കാൻ കഴിയും. അങ്ങനെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. വ്യക്തിത്വ വികസനം എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്ന് നോക്കാം. ഈ വ്യക്തിത്വ വികസനം എന്നത് വ്യക്തിയുടെ മൂല്യങ്ങൾ, മനോഭാവം, അറിവ്, അയാളുടെ കഴിവുകൾ, നേതൃത്വ പാഠവം എന്നിവ വികസിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അഥവാ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെ വളരെ വലിയ സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ വളരെ ചുരുക്കി വേണ്ടുന്നത് മാത്രം എടുത്ത് 7 പോയിന്റുകളായി ഈ സബ്ജക്റ്റിനെ ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. വ്യക്തിത്വ വികസനത്തിൽ പേഴ്സണാലിറ്റിയിൽ ഒന്നാമത്തെ പോയിന്റ്, ഇംപ്രൂവ് യുവർ വാല്യൂസ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒന്നാമത്തെ ഘടകം അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളാണ്. അദ്ദേഹം മുറുകെ പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നല്ല മൂല്യങ്ങളുള്ള വ്യക്തികളാകാൻ കഴിയണം. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇംപ്രൂവ് ചെയ്യും. ഇതിനു മുമ്പ് എത്തിക്സ് ആൻഡ് വാല്യൂസ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങളത് തീർച്ചയായും കാണണം. നിങ്ങളുടെ വ്യക്തിത്വ വികസനം അഥവാ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും എത്തിക്സ് ആൻഡ് വാല്യൂസ് ആ വീഡിയോ കൃത്യമായി നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഇംപ്രൂവ് യുവർ വാല്യൂസ്, എന്തെല്ലാം വാല്യൂസാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു മനുഷ്യൻ്റെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്തിക്സ് അഥവാ ധാർമ്മികതയാണെന്നാണ് പറയുന്നത്.
ധാർമ്മികമായ ശരിയും തെറ്റും, നല്ലതും ചീത്തയും, നീതിയും അന്യായവും തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കുന്നതുമാണ് ധാർമ്മികത, അതായത് എത്തിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹോണസ്റ്റി, സത്യസന്ധത. അത് നമുക്കുണ്ടാകണം. ഒരു നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തി നല്ല സത്യസന്ധനായിരിക്കണം. അതുപോലെ തന്നെ ഇൻറ്റിഗ്രിറ്റി, സമഗ്രത. ഞാൻ പറഞ്ഞു സത്യസന്ധതയേക്കാൾ ഒരുപാട് ഉന്നതിയിലാണ് സമഗ്രത, അതായത് ഇൻറ്റിഗ്രിറ്റി. ഞാൻ ഇൻറ്റിഗ്രിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പേര് നമ്മുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഞാൻ എപ്പോഴും ഉദാഹരണമായി പറഞ്ഞത്. ദി മാൻ ഓഫ് ഇൻറ്റിഗ്രിറ്റി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കഥ എനിക്ക് ഓർമ്മ വരുന്നത്, ലാൽ ബഹാദൂർ ശാസ്ത്രി നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ലാലാ ലജ്പത് റായ് അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു, ഒരു സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന പേരിൽ. അതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചിലപ്പോഴൊക്കെ ജയിലിലായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ മാർഗമില്ലാതായി പോകും, പട്ടിണിയായിപ്പോയ ഒരു കാലം ഉണ്ടായത്. അങ്ങനെയുള്ളവർക്ക് പ്രതിമാസം 50 രൂപ വീതം അവരുടെ കുടുംബത്തിലെത്തിക്കുമെന്നതിന് വേണ്ടി ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ലാലാ ലജ്പത് റായ് അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. അതനുസരിച്ച് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി ജയിലിലായ സമയത്ത് അദ്ദേഹത്തിനും ഇതുപോലെ ഈ 50 രൂപ പ്രതിമാസം കിട്ടുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് നമ്മുടെ പോലെ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമില്ല, ജയിലിൽ നിന്ന് ലെറ്റർ എഴുതാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത ശാസ്ത്രിക്ക് ലെറ്റർ എഴുതി, നിനക്ക് കൃത്യമായും ഈ 50 രൂപ കിട്ടുന്നുണ്ടോ? അപ്പോൾ അവിടെ റിപ്ലൈ വന്നു, കൃത്യമായും കിട്ടുന്നുണ്ട്, എല്ലാ മാസവും കൃത്യമായും എനിക്ക് 50 രൂപ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഞാനൊരു 40 രൂപയ്ക്കകത്ത് എൻ്റെ എല്ലാ ചിലവുകളും തീർക്കുകയും 10 രൂപ മിച്ചം വയ്ക്കാൻ ശ്രമിക്കും. സാധാരണ സ്ത്രീകളുടെയൊക്കെ സ്വഭാവം വെച്ച് ലളിത ശാസ്ത്രി റിപ്ലൈ എഴുതി, 40 രൂപ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ 40 രൂപ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കഴിയും. ഉടൻ ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ഒരു കാര്യം ലെറ്റർ എഴുതി, ആർക്ക്? സർവൻസ് ഓഫ് ഇന്ത്യക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് ഇനി എല്ലാ മാസവും 50 രൂപ വേണ്ട, 40 രൂപ കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് 40 രൂപ തന്നാൽ മതി, ബാക്കി 10 രൂപ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അത്രത്തോളം ഇൻറ്റിഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ഇൻറ്റിഗ്രിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ എനിക്കാകില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം വാല്യൂ, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, ബഹുമാനം, എല്ലാവരെയും ബഹുമാനിക്കുന്ന അദ്ദേഹം ചെറിയ ഉദ്യോഗസ്ഥനായാലും വലിയ ഉദ്യോഗസ്ഥനായി എത്ര തരത്തിലുള്ള ആൾക്കാരായാലും അവർ റെസ്പെക്റ്റ് അർഹിക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്ന വ്യക്തികളാവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ സഹാനുഭൂതി, സിമ്പതി എന്നൊക്കെ പറയില്ലേ, ആരിലും സഹാനുഭൂതിയുള്ളവരാവണം. അതൊരു വാല്യൂ ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. നമുക്ക് ഈ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ ഗുരുക്കന്മാരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത്തരം ഉത്തരവാദിത്വം ബോധമുള്ള, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വാല്യൂ, ഒരു മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ ദയ, പ്രോബിഷ്ടി, നിഷ്കളങ്കത്വം എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള മൂല്യങ്ങളുള്ളവരിൽ മറ്റുള്ളവരിൽ നിന്നും അവരെന്നും വ്യത്യസ്തരായിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി വളരെ വലിയ പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. സെൽഫ് അവെയർനെസ്, അതായത് സ്വയം അവബോധം എന്ന് പറയും. സ്വയം അവബോധം എന്നത് നിങ്ങളുടെ സ്വന്തം ചിന്തകൾ, വികാരങ്ങൾ, ശരീരം, സാമൂഹിക പരിതസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള അവബോധമാണ്. ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകണം. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം സെൽഫ് അവെയർനെസ്സിൻ്റെ സ്വയം അവബോധത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കാൻ, കുറച്ചുകൂടി സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ സെൽഫ് അവെയർനെസ്, അതായത് സ്വയം അവബോധം നമ്മളെ സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമ്മളെ സ്വീകരിക്കാൻ, അതിൽപോലെ നമ്മളെ മനസ്സിലാക്കാൻ നമുക്കാകണം. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അരുണിമ സിൻഹ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ട്രെയിനിൽ നിന്ന് അവരുടെ അടുത്ത് വെളിയിൽ കളഞ്ഞു. അവരുടെ കാല് ട്രെയിനിൽ മുറിഞ്ഞുപോയി. കാല് മുറിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു? അയ്യോ, എൻ്റെ കാല് മുറിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നില്ല. അവരാണ് ഫസ്റ്റ് മൗണ്ട് എവറസ്റ്റിൽ കയറിയ ആദ്യത്തെ വികലാംഗയായ ലേഡി നമ്മുടെ അരുണിമ സിൻഹ ആയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളിയായ സ്വപ്ന അഗസ്റ്റിനുണ്ട്. ജന്മന 2 കൈകളുമില്ലാതെ ജനിച്ച മോള്. പക്ഷേ ഇരുന്നില്ല, എനിക്ക് കൈകളില്ല, പക്ഷേ സ്വന്തം കാലുകളുണ്ട്. മറ്റാർക്കും കഴിയാത്ത തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നമ്മുടെ സ്വപ്ന അഗസ്റ്റിന് കഴിഞ്ഞു. അതുപോലെ മലയാളികൾ പലരായിട്ടുണ്ട്. നമ്മുടെ സുധാചന്ദ്രൻ വലിയ ക്ലാസിക് ഡാൻസറായിരുന്നു. 18ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻ്റായി, മുട്ടിൽ പ്ലാസ്റ്റർ ചെയ്ത് കിടന്നു. അവസാനം ഇൻഫെക്ഷൻ വന്നതിന് ശേഷം കാൽ ആംപ്യൂട്ട് ചെയ്യേണ്ടി വന്നു, മുറിച്ചു മാറ്റേണ്ടി വന്നു.
അതിനുശേഷമാണ് ക്ലാസിക്കൽ ഭരതനാട്യത്തിലൊക്കെ നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയത്. മറിച്ചിരുന്നില്ല. എൻ്റെ എങ്ങനെയാണോ ആ സ്ഥിതിയിൽ എനിക്ക് മുന്നോട്ട് വരണമെന്നുള്ള അഭിവാഞ്ച. അത് മാത്രമല്ല, നമ്മുടെ ഉണ്ടപ്പക്രു എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന, നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ നമ്മളെ ഗിന്നീസ് പക്രു മിസ്റ്റർ അജയ്കുമാർ 3 അടി മാത്രം പൊക്കമുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പൊക്കക്കുറവാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യൻ ഡിസേബിൾഡ് ആകുന്നത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡിസേബിൾഡ് എന്നൊന്നില്ല, ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനും നല്ല കോൺഫിഡൻറ്റോടു കൂടി മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നവരാണ് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. ഇനി 3-ാമത്തെ പോയിന്റ്, ആറ്റിറ്റ്യൂഡ്, അതായത് മനോഭാവം. യു ഡോണ്ട് ലീഡ് യുവർ ലൈഫ്, യുവർ തോട്ട്സ് ലീഡ് യു എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നില്ല, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ കൊണ്ട് ജീവിക്കുന്നത്. യു ഡോണ്ട് ടേക്ക് യുവർ ഡിസിഷൻ, യുവർ തോട്ട്സ് ഇൻഫ്ലുവൻസ് യുവർ ഡിസിഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ കൊണ്ട് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് മനോഭാവം എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് എപ്പോഴും നല്ല പോസിറ്റീവ് തോട്ട്സ് ഉള്ള ആളായിരിക്കണം. ഒരിക്കലും ഒരാൾ വലിയൊരു പാർട്ടി നടത്തിയുണ്ടായി. പാർട്ടി ചെന്നപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ പാർട്ടി? ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി, എൻ്റെ പാർട്ടിയാണ്. സ്വന്തം വണ്ടി ആക്സിഡൻ്റ് ആയാലും പാർട്ടി നടത്തും. പറയും പാർട്ടി നടത്തണം, കാര്യം ആ വണ്ടിക്കകത്ത് ഞാനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കാർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. ദൈവം എത്ര കരുതലുള്ളയാളാണ്, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പാർട്ടി നടത്തുന്നത്. നമുക്കെന്തെങ്കിലും ഒരു കുറവ് വന്നാലും ഒരു അപകടം സംഭവിച്ചാലും അതിനകത്തുനിന്ന് അതിൻ്റെ പോസിറ്റീവ് വശം കണ്ടെടുത്താൻ കഴിയുന്ന തരത്തിൽ പോസിറ്റീവ് ചിന്താഗതികളുള്ള വ്യക്തികളാകാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കണം, ഉറച്ച നിലപാടുള്ളവരായിരിക്കണം, സംയമനം പാലിക്കുന്നവരോ ആയിരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുടെ നല്ല പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള ആളായിരിക്കണം. പോസിറ്റീവ് ഔട്ട്ലുക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ഗ്രൂമിങ് ഒക്കെ ചെയ്ത്, ഇത് ഷേവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഷേവ് ചെയ്ത്, അല്ലെങ്കിൽ നന്നായി ഗ്രൂം ചെയ്ത് നല്ല നീറ്റായിരിക്കണം, നല്ല സ്മെല്ലായിരിക്കണം, വളരെ ചെറിയ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ ഡ്രസ്സിങ് സെൻസ്, നല്ല ഡ്രസ്സിങ് സെൻസ് ഉള്ളതായിരിക്കണം. ഏത് അവസരത്തിലാണോ അവസരത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ നമുക്ക് കഴിയണം. നല്ല സ്മൈലിംഗ് ഫേസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ചിരിച്ച മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് മറ്റുള്ളവർ കാണും. ആരെ കണ്ടാലും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും ചിരിക്കുന്നത് എന്തോ പാവമാണെന്നാണ് തോന്നുന്നത്. 2 പേര് ഓപ്പോസിറ്റ് വന്ന് രാവിലെ ഒന്ന് കണ്ടാൽ പോലും ഒന്ന് ചിരിക്കും, ഒന്ന് വിഷ് ചെയ്യുന്നത് പോട്ടെ, മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ള പേടിച്ച ആൾക്കാർ നടക്കുന്നത്. സന്തോഷമായി നല്ല നിറഞ്ഞ മനസ്സോടെ മുഖത്ത് നോക്കി ഒരു ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ പറയും, നല്ല ഫിറ്റ്നസ് ഉള്ള ആളായിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, നല്ല മെൻ്റൽ ഫിറ്റ്നസ് ഉള്ള ആളായിരിക്കണം, ഇമോഷണൽ ഫിറ്റ്നസ് ഉള്ള ആളായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഓ ഇനി ഞാൻ ജീവിച്ചിരുന്നില്ല, എന്നെ ഇങ്ങനെ പറഞ്ഞു, അല്ല, നല്ല ഇമോഷണലി ഫിറ്റായിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ പോസിറ്റീവ് ഔട്ട്ലുക്കിനെ സഹായിക്കുന്നതാണ്. അങ്ങനെയുള്ള പോസിറ്റീവ് ഔട്ട്ലുക്കുള്ളവർ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും, അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. അപ്പോൾ നമുക്ക് 4-ാമത്തെ പോയിന്റിലേക്ക് ഇറക്കാം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമ്മുടെ 4-ാമത്തെ പോയിന്റ്. അത് 1 to 1 ആയാലും 1 to many ആയാലും, ഒരു പക്ഷേ നമ്മൾ ഒരാളുടെ അടുത്താണ് സംസാരിക്കുന്നതെങ്കിലും അല്ല ഒരു പബ്ലിക്കിൻ്റെ അടുത്താണ് സംസാരിക്കുന്നതെങ്കിലും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് വലിയ വിലയാണ്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ്. ചില ആളുകൾക്ക് 1 to 1 ഒക്കെ സംസാരിക്കാം, 1 to many ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല കോൺഫിഡൻ്റായി സംസാരിക്കാൻ കഴിഞ്ഞാൽ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആരെയും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ എളുപ്പമാകും. ഞാനൊക്കെ പറയുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, വാഗൊണ്ട് പറയുന്നത് ചെവി വരെ എത്തത്തുള്ളൂ. വാഗൊണ്ട് പറയുന്നത് നമ്മുടെ ചെവി വരെ എത്തത്തുള്ളൂ. തലച്ചോറ് കൊണ്ട് പറയുന്നത് അവൻ്റെ തലച്ചോറിലേക്ക് എത്തപ്പെടും. എന്നാൽ ഹൃദയം കൊണ്ട് പറയുന്നത് അവൻ്റെ ഹൃദയത്തിലേക്ക് ആർന്നിറങ്ങിച്ചെല്ലും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കമ്മ്യൂണിക്കേഷൻ വളരെ ഹൃദയം കൊണ്ടാകണം. അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തട്ടുകയും അവിടെ നമുക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. അത്തരം കമ്മ്യൂണിക്കേഷനുകളാണ് എന്നെന്നും നിലനിൽക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ക്യാപ്പബിലിറ്റി ഉള്ളവർക്കാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ കഴിയുന്നതും പേഴ്സണാലിറ്റി ഉള്ളവരാകാൻ കഴിയുന്നത്. 5-ാമതൊരു പോയിൻ്റ് ഉണ്ട്, അത് നോളജാണ്, അറിവ്. അറിവിനെ കുറിച്ച് നമ്മുടെ
ചിന്തകൾ വേറെയാണ്. അറിവ്, പഠനം, നിരീക്ഷണം അല്ലെങ്കിൽ പരിശീലനം എന്നിവയിലൂടെ നേടുന്ന വസ്തുതകൾ, വിവരങ്ങൾ, കഴിവുകൾ, ഉൾക്കാഴ്ചകൾ, ഇതുപോലെ തന്നെ അനുഭവത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും നേടിയെടുക്കുന്ന ധാരണകൾ, അവബോധം, ഇവയെല്ലാം അറിവാണ്. ഈ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് ഇവിടെയെല്ലാം അറിവ് വളരെ അത്യാവശ്യമാണ്. നോളജ് ഈസ് പവർ എന്നല്ലേ പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് വായനയാണ്. നന്നായി വായിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. നന്നായി വായിക്കുന്നവരെല്ലാം നാളെ നേതാക്കളാകും എന്നാണ് പറയുന്നത്. അത്രത്തോളം വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം വളരെ വലുതാണ്. അറിവിൻ്റെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നല്ല ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ എപ്പോഴും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നമുക്കുള്ളിൽ ഉണ്ടാവണം. അറിയാനുള്ള ആഗ്രഹമുള്ളവരായിരിക്കണം. ഇത്തരം അറിവുകൾ നമ്മളെ പേഴ്സണാലിറ്റി ഒരുപാട് സ്വാധീനിക്കും. നല്ല അറിവുകളുള്ള വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. ഇനി നമ്മൾ ആറാമത്തെ പോയിന്റ് ഉണ്ട്, എറ്റിക്യൂട്ട്സ് ആൻഡ് മാനേഴ്സ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ബഹുമാനവും പരിഗണനയും മാന്യമായും ആദരവോടെയും സ്വീകാര്യമായുമുള്ള ഇടപഴകൽ, ഇതെല്ലാം നമ്മുടെ എറ്റിക്യൂട്ട് ആൻഡ് മാനേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് ദയവായി, നന്ദി, ഇത്തരം വാക്കുകളുടെ പ്രയോഗമുണ്ടല്ലോ. ഒരു ചടങ്ങിൽ എപ്പോൾ ഇരിക്കണം, എപ്പോൾ നിൽക്കണം, ഒരാളെ ഔപചാരികമായി എങ്ങനെ സംബോധന ചെയ്യണം, ഇതെല്ലാം നമ്മുടെ മാനേഴ്സും നമ്മുടെ എറ്റിക്യൂട്ടിസുമാണ് വരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള മര്യാദകൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും. നിങ്ങളൊരു നല്ല പേഴ്സണാലിറ്റിക്ക് ഉടമയാണെങ്കിൽ നിങ്ങൾ കൃത്യമായും ഇത്തരം മര്യാദകൾ നന്നായി പഠിച്ചിരിക്കണം. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് റെസ്പെക്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു ശീലം. അത് ആര് തന്നെയായാലും, ചില ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, നല്ല പ്രതിപക്ഷ ബഹുമാനമുള്ളവളായിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ ആശയങ്ങളുമായി യോജിക്കാത്തൊരു വ്യക്തി ആയാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാകണം. അതുപോലൊരു പോയിന്റ് കൂടെ ഉണ്ട്, നല്ല പഞ്ച്വാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. നമുക്ക് നല്ല ടൈമിൻ്റെയൊക്കെ പഞ്ച്വാലിറ്റി ഉണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന ആളാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പഞ്ച്വാലിറ്റി ഇതൊരു വലിയ ഘടകമാണ്. നിങ്ങളുടെ സാമൂഹിക വലയമുണ്ടല്ലോ, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയുമായാണോ കൂടുതൽ ഇടപഴകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എപ്പോഴും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടണം എന്നാണ് പറയുന്നത്. നമ്മൾ 5 കള്ളന്മാരെ കൂടെ കൂടിയാൽ 6ാമത്തെ കള്ളൻ നിങ്ങളായിരിക്കും. 5 വിജയിക്കുന്നവരുടെ കൂടെ കൂടിയാൽ 6ാമത്തെ വിജയി അത് നിങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സഹവാസം, നമ്മുടെ സഹകരണം അങ്ങനെ കമ്മ്യൂണിറ്റിയുമായിട്ടായിരിക്കണം. അപ്പോൾ അവസാനത്തതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ പോയിൻ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല നന്ദിയുള്ളവരായിരിക്കണം. എന്തിലൊക്കെ നന്ദി ഉണ്ടായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയോ അതിലെല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ളതായിരിക്കണം. ഒരു വ്യക്തി നമ്മുടെ ഗുരുക്കന്മാരോട്, നമ്മുടെ പേരൻസിനോട്, നമ്മുടെ സഹജീവികളോട്, എന്തിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പോലും നന്ദിയുള്ളവരായിരിക്കണം. വ്യക്തിത്വ വികസനം എന്നത് ഒരു ജീവിതകാലം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ ഞാൻ പറഞ്ഞ 7 കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓരോ വ്യക്തിയും നന്നാകുക എന്നത് ഈ സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അതിനാൽ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഒരു സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ആരാലും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാകാൻ, ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആകാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ നിർത്തുന്നു. ജയ് ഹിന്ദ്.